Hi students, welcome to class hour. നമ്മൾ ടെസ്റ്റ് എക്സസൈസ് 7.6 ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. 6th ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ എ സ്ക്വയർ log x dx. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എ സ്ക്വയർ log x ആണ്. ഇവിടെ ഏതാണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം എഴുതിക്കൊള്ളാം ILATE. എ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ, എൽ എന്ന് പറഞ്ഞാൽ ലോഗരിതം. അപ്പൊ ലോഗരിതമേ ഫംഗ്ഷനും പോളിനോമിയലും കൂടെ വരുമ്പോൾ ഏതാ ഫസ്റ്റ്? ലോഗരിത ഫസ്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം? ലോഗ് എക്സ് ഇൻറ്റു എ സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതി. ഏതാണ് ഫസ്റ്റ്? ലോഗരിതം ഫസ്റ്റ് ഫംഗ്ഷനും എ സ്ക്വയർ സെക്കൻഡുമാണ്. അപ്പൊ ഇത് ഫസ്റ്റ് ആണ്, ഇത് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷനാണ്. നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പൊ ഏതാണ് ഫസ്റ്റ് ഏതാണ് സെക്കൻഡ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോർമുലയിലേക്ക് നേരെ കൊടുത്താൽ മതി. ഏതാണ് ഫസ്റ്റ്? ലോഗ് എക്സ്. അപ്പൊ നമ്മൾ ഈ ലോഗ് എക്സിനെ അവിടെ നിർത്തി. ഏതിന്റെ ഇന്റഗ്രൽ? എ സ്ക്വയറിന്റെ ഇന്റഗ്രൽ, എ സ്ക്വയർ ഡി എക്സ് എന്നായി. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഏത് വരും? ഇതൊന്നുകൂടെ എടുത്തെഴുതുക, ഈ ലോഗ് എക്സ് എടുത്തെഴുതുക. പിന്നെ ഈ ഫംഗ്ഷൻ വീണ്ടും ഒന്നുകൂടി എഴുതുക, എ സ്ക്വയർ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വന്നു. ഇനി നമ്മൾ ഈ ഫംഗ്ഷന്റെ എല്ലാം വാല്യൂസ് തന്നെ എഴുതണം. ലോഗ് എക്സ് അങ്ങനെ തന്നെ വരും. ലോഗ് എക്സ് എ സ്ക്വയറിന്റെ ഇന്റഗ്രൽ തന്നെ മക്കളെ, എക്സ് റൈസ് ടു എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു n+1 ബൈ n+1 അല്ലേ? അപ്പൊ എന്ത് എഴുതാം നമുക്ക്? എസ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 വരും. എ സ്ക്വയറിന്റെ ഇന്റഗ്രൽ എഴുതും. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x അല്ലേ? അപ്പൊ 1/x എഴുതി. ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഈ എസ് സ്ക്വയർ ഡി എക്സ്. നമ്മളിവിടെ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നോക്കി തന്നെ ഇത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് എഴുതിയാൽ മതി. എസ് ക്യൂബ് ബൈ 3 ഇൻറ്റു ഡി എക്സ്. ഇനി ഇവിടെ നോക്കാം, നമ്മൾ ഒരു എസ് സ്ക്വയറും ഈ ക്യൂബും കൂടെ വെട്ടി പോകുമ്പോൾ ബാലൻസ് 2 എസ് സ്ക്വയർ വരും. മുകളിൽ 3 താഴെ 1. അപ്പൊ 2 3 ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ബാലൻസ് എന്താ? 2 ആണ് അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ലോഗ് എക്സ് ഇൻറ്റു എസ് ക്യൂബ് ബൈ 3 മൈനസ് 1/3. നമ്മൾ അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം. വീണ്ടും അവിടെ എസ് സ്ക്വയർ ഡി എക്സ് വരും. 1 ഇൻറ്റു എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ എഴുതിയാൽ മതി. അപ്പൊ ആൻസർ എന്നായി നോക്കിയേ? ലോഗ് എക്സ് അങ്ങനെ തന്നെ വരും. ഈ എസ് ക്യൂബ് ബൈ 3 അങ്ങനെ തന്നെ ഇറക്കി എഴുതണം. മൈനസ് 1/3 അങ്ങനെ തന്നെ ഇറക്കി എഴുതണം. വീണ്ടും എസ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ തന്നെ. വീണ്ടും നമുക്ക് ഇവിടെ അറിയാം ഈ എഴുതി വെച്ചേക്കണം, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എസ് ക്യൂബ് ബൈ 3 പ്ലസ് സി ആൻസറായി ഇൻറ്റു 1/3. ഇതിന് അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 4 ഡി എക്സ് ആന്ന് വെച്ചു. അപ്പൊ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ? ആ ലോഗ് എക്സിനെ അവിടെ നമ്മൾ നിർത്തി. ലോഗ് എക്സിനെ അവിടെ നിർത്തി. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സ് റൈസ് ടു 4 ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഏതാണ്? ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ഏതെഴുതി? ലോഗ് എക്സ് എഴുതി. ഇനി ഇതൊന്നുകൂടി എഴുതുന്നു നമ്മൾ, എക്സ് റൈസ് ടു 4 ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി ഇതിന്റെ ആൻസർ എഴുതണം. അവിടെ ഈ ലോഗ് എക്സിനെ അവിടെ നിർത്തി. ലോഗ് എക്സിനെ അവിടെ നിർത്തി കഴിയുമ്പോൾ ഏതിന്റെ ഇന്റഗ്രൽ? എക്സ് റൈസ് ടു 4ന്റെ ഇന്റഗ്രൽ. എക്സ് റൈസ് ടു 4ന്റെ ഇന്റഗ്രൽ എക്സ് റൈസ് ടു 5/5 ആണ്. അപ്പൊ എക്സ് റൈസ് ടു 5/5 എഴുതി. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഏതിന്റെ ഡെറിവേറ്റീവ്? ഈ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/x വരും. വീണ്ടും ഈ എക്സ് റൈസ് ടു 4ന്റെ ഇന്റഗ്രൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതുക ഇൻറ്റു ഡി എക്സ്. ദെൻ ഒരു എക്സും ഈ എക്സ് റൈസ് ടു 5 കൂടെ വെട്ടുമ്പോൾ ബാലൻസ് നമുക്ക് എക്സ് റൈസ് ടു 4 വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്തായി നോക്കിയേ? ലോഗ് എക്സ് അങ്ങനെ തന്നെ വരും. എക്സ് റൈസ് ടു 5/5 അങ്ങനെ തന്നെ വരും. മൈനസ് ഇവിടെ 5 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ എക്സ് റൈസ് ടു 4 ഡി എക്സ് എന്ന് വന്നു. ഇനി ഇവിടെ നോക്കാം, ഈ ലോഗ് എക്സ് അങ്ങനെ തന്നെ എഴുതി. നമ്മൾ എക്സ് റൈസ് ടു 5ന്റെ എന്തെഴുതി? ഇത് അങ്ങനെ തന്നെ ഇറക്കി എഴുതി. മൈനസ് 1/5 അങ്ങനെ തന്നെ എഴുതി. വീണ്ടും എക്സ് റൈസ് ടു 4ന്റെ ഇന്റഗ്രൽ എന്നാ? എക്സ് റൈസ് ടു 5/5 പ്ലസ് സി വരും. ഇനി ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ചെയ്ത് എഴുതണം. അപ്പൊ ലോഗ് എക്സ് എക്സ് റൈസ് ടു 5/5 മൈനസ് 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 25 വരും ഇൻറ്റു എക്സ് റൈസ് ടു 5 പ്ലസ് സി എഴുതി. അപ്പൊ നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ആൻസറായി. ഇതുപോലെ നമ്മൾ ലെവൽ 1-നകത്ത് സെയിം പ്രോബ്ലം ഓരോ പോലെയുള്ളത് ഓരോന്ന് ചെയ്തിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ അത് പഠിക്കണം കേട്ടോ.